ഇന്നത്തെ ദിവസം ഒന്നും നിങ്ങളോട് പറയാനില്ല. നിങ്ങൾ കൃഷ്ണഭക്തരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈനികർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ സൈനികർക്ക് ശക്തി പകരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന നമ്മുടെ സൈനികർക്കുണ്ടാവുമ്പോൾ അവരുടെ മനോബലവും എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് നമുക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളിലാണെന്നല്ലേ. പണ്ട് കാലത്ത് നമ്മുടെ യോദ്ധാക്കൾ യുദ്ധത്തിന് പോകുമ്പോൾ വീട്ടിലിരുന്ന് അമ്മമാർ പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവർ പല യുദ്ധങ്ങളും ജയിച്ചു വന്നത് ആയിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ഭാരതീയരായിട്ടുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ നമ്മൾ ഭക്തിയുടെ ചാനലാണ്, നമ്മൾ കൃഷ്ണാനുഭവങ്ങൾ പറയുന്ന ചാനലാണ്. പക്ഷേ ഈ നിമിഷം നമ്മൾ വേണ്ടത് നമ്മുടെ എല്ലാ പ്രാർത്ഥനയും നമ്മുടെ സൈനികർക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ഒരു ദിവസവും ഒരു നാമം എങ്കിലും സൈനികർക്ക് വേണ്ടിയിട്ട് ചൊല്ലുക പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശക്തി അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ വേണ്ടിയിട്ടല്ല ഇത്തരം യുദ്ധങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പ്രായമായ ആളുകളുണ്ടാവും, അല്ലാത്തവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് നേരിട്ട് പോയിട്ട് ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക. അവരുടെ മനോബലം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നിശ്ചയമായിട്ടും പ്രാർത്ഥനയിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, ഇന്നത്തെ ദിവസം എന്നല്ല, വരുന്ന കുറേ ദിവസങ്ങളായിട്ട് വരാൻ പോകുന്ന എന്തൊക്കെയാണ് ഇനി നടക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഭാരതം ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ സൈനികർക്കും നമ്മുടെ രക്തസാക്ഷികളായ കുടുംബാംഗങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. സൈനികർക്ക് ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറയുമ്പം തന്നെ ആ ഒരു എന്താണ്, കാശ്മീരിലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവൻ അവിടെ ആയിരിക്കണം. നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കണം. അവരെന്തെല്ലാം ബുദ്ധിമുട്ടിലൂടെയാണ് സൈനികർ കടന്നു പോകുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട്, മനസ്സിൻ്റെ പ്രാർത്ഥനയ്ക്ക്, മനസ്സിൻ്റെ ചൂട് എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ ആ ചൂട് നമ്മളെ അതിർത്തിയിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ട സൈനികർക്ക് വേണ്ടി, ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്ന ഭരണ നേതൃത്വങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലാം മറന്നുകൊണ്ട്, രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ പല കാലങ്ങളിലും കണ്ടിട്ടുണ്ട്. അതേ അവസ്ഥയിൽ നമുക്ക് ഭാരതത്തിൽ നിന്നുള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലുമുള്ള ശത്രുക്കളെ നേരിടുന്ന നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എല്ലാ പ്രാർത്ഥനയിലൂടെയും ശക്തി പകരുക. ഹരേ കൃഷ്ണ.